ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഈ വർഷത്തിലെ മൂന്നാമത്തെ മലയാളം സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നുവല്ലോ. ഈ ആധുനിക കാലഘട്ടത്തിലെ മമ്മൂട്ടിയുടെ ആദ്യത്തെ റിലീസ് എന്നൊക്കെ പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട സിനിമ കൂടിയാണ് പാലേരി മാണിക്യം. രഞ്ജിത്ത് സംവിധാനം ചെയ്ത് മമ്മൂട്ടി ട്രിപ്പിൾ റോളിലെത്തിയ അവാർഡ് സിനിമ കൂടിയായ ക്ലാസ് മാസം നിറഞ്ഞ സിനിമ കൂടിയായ പാലേരി മാണിക്യം എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ ലഭ്യമല്ല എന്നതാണ് ആദ്യമായിട്ട് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഒരു സിനിമയ്ക്ക് ട്രാക്കിംഗ് കളക്ഷൻ ഇല്ല എങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സിനിമയ്ക്ക് മിനിമം 1 ലക്ഷം രൂപ പോലും കളക്ഷൻ വന്നിട്ടില്ല എന്ന് തന്നെയാണ്. പാലേരി മാണിക്യം എന്ന സിനിമയ്ക്ക് നിലവിൽ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ കൊച്ചി വനിതാ തിയേറ്റർ ഒഴികെ എവിടെയും സിനിമയ്ക്ക് ഒരു തരത്തിലും മോശമല്ലാത്ത ബുക്കിംഗ് എന്ന് പറയാവുന്ന ബുക്കിംഗ് പോലും നടക്കുന്നില്ല എന്നാണ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. പലയിടങ്ങളിലും ഷോകൾ റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകളുള്ള പാലേരി മാണിക്യം എന്ന സിനിമയ്ക്ക് കേരളത്തിൽ 50,000 രൂപയോളമാണ് കേരള ഗ്രോസ് ആയിട്ട് ആദ്യ ദിവസം പ്രതീക്ഷിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ ബുക്കിംഗ് എല്ലാം തന്നെ കേരളത്തിനേക്കാൾ പരിതാപകരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഗൾഫ് നാടുകളിൽ കൂടി ആദ്യ ദിവസം റിലീസ് ചെയ്ത സിനിമയ്ക്ക് 1 ലക്ഷത്തിൽ താഴെ ആയിരങ്ങളിൽ കളക്ഷൻ മാത്രമേ നിലവിൽ നാം പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു വൻ ദുരന്തം റിലീസ് ആയിട്ട് പാലേരി മാണിക്യം റിലീസ് മാറുകയാണ്. മുൻ സിനിമകളുടെ റിലീസ് ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ആവറേജ് ഒരു സിനിമയ്ക്ക് 30 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ പാലേരി മാണിക്യം എന്ന സിനിമ ഒരു വലിയ നഷ്ടമായിട്ട് റിലീസിൽ മാറുകയാണ്. 2000-ന് ശേഷവും മമ്മൂട്ടിക്ക് പരാജയ സിനിമകളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഫൈനൽ കളക്ഷൻ ലക്ഷങ്ങൾ പോയിട്ട് ആയിരങ്ങളിൽ വന്ന സിനിമകൾ ഉണ്ടോ എന്നത് സംശയിക്കുന്നു. എന്തായാലും 80-90 കാലഘട്ടങ്ങളിലെ മമ്മൂട്ടി സിനിമകളുടെ ഫൈനൽ കളക്ഷൻ എല്ലാം തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നായിട്ട് പാലേരി മാണിക്യം FT കളക്ഷൻ മാറുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്ക്.